ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്കൊരു കല്യാണമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയിലായിരുന്നു കല്യാണം. ഇത് എൻ്റെ ആവയുടെ ഔട്ട്ഫിറ്റാണ്. ഇത് ഈ എണ്ണം തന്നെ വാങ്ങി തന്നതാണ്. എന്ന് വെച്ചാൽ ഗ്രൂം വാങ്ങി തന്നെയാണ്. മുകളിൽ ഞങ്ങൾ കുറച്ച് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട് അവളുടെ ഡ്രസ്സിൽ വർക്കില്ലായിരുന്നു. ആ ഡ്രസ്സ് അങ്ങനെയായിരുന്നു. എൻ്റേത് ഫ്രോക്ക് ഒരു ഗൗൺ മോഡലായിരുന്നു. അതിന് ഞാൻ വെട്ടി ലഹങ്ക ആക്കിയതാണ്. എനിക്കിങ്ങനെ അത് മാത്രമായിട്ട് ഇങ്ങനെ ഇടാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ വെട്ടി ഗൗണാക്കി. പിന്നെ ഇതെനിക്ക് ഇൻട്രോയ്ക്ക് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സ് കാണിക്കുന്ന വീഡിയോ എനിക്ക് വീട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിന് ബാക്കിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിൻ്റെ വീട്ടിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ ബാക്കിൽ പയ്യനെ പ്രാർത്ഥിച്ച് ഇറക്കി വിടുന്ന ചടങ്ങാണ്. അപ്പം പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ ടൈം കിട്ടിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പം ഇത് ഞാൻ റിവേഴ്സ് ഇട്ട വീഡിയോ അല്ലേ. ഗ്രൂമാണെങ്കിൽ വണ്ടി കയറാൻ പോയി. അപ്പം ക്യാമറാമാൻ പറഞ്ഞ് തിരിച്ചിറങ്ങിയിട്ട് ഒന്നുകൂടെ കയറാം. കാരണം അവർക്ക് മഴയായതുകൊണ്ട് നല്ല മഴയാണ്, ഇതിൽ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. വീഡിയോ എടുക്കണമല്ലോ. മഴയായത് കാരണം എനിക്കും അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഇറങ്ങി. 3:30 കെട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ലേറ്റായി. പിന്നെ വേറെ വണ്ടിയൊന്നുമില്ലായിരുന്നു. ഈ ഗ്രൂമിൻ്റെ ചേട്ടനാണെങ്കിൽ പ്രീമിയം കാറിൻ്റെ ബിസിനസ്സാണ്, സെക്കൻഡ്സിൻ്റെ. അപ്പോൾ അവരുടെ എല്ലാ കാറും ഉണ്ടായിരുന്നു. അത്ര തന്നെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ കാറല്ല, അവർ തന്നെ തന്ന കാറാണ്. അതിലാണ് ഞങ്ങൾ പോയത്. ഇതിനകത്ത് വേറെ ആൾക്കാരുണ്ട്. കെട്ടിക്കാൻ വന്ന ആൾക്കാരെല്ലാം ഇതുപോലത്തെ കാറിലാണ് കൊണ്ടുപോയത്. ട്രാവലർ വിളിച്ചില്ല. പയ്യൻ ആ മിനി കൂപ്പറിലാണ്, ഫ്രണ്ടിൽ നിന്ന് പോണ മിനി കൂപ്പറിലാണ് പയ്യൻ. അതിൻ്റെ ബാക്കിൽ നിന്ന് പയ്യൻ്റെ ബ്രദേഴ്സ് 2 പേര് 2 സൈഡ്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാറ്. ഇനി ബാക്കിൽ ഒരുപാട് കാറുണ്ട്. പള്ളി എത്തിയപ്പോഴേക്കും നല്ല മഴ, കണ്ടറിയാലോ, നല്ല മഴ. വീഡിയോ ഒന്നും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെളിയിറങ്ങി വീഡിയോ എടുക്കാൻ പറ്റില്ല. വെളിയിലൊരു ചടങ്ങുണ്ട്. പയ്യൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. പിന്നെ ബന്ധുക്കൾ ബാക്കി എല്ലാവരും ഇറങ്ങി വെളിയിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് മാലയിട്ട് കൊടുക്കും. അങ്ങനെയാണ് ചടങ്ങ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ചടങ്ങ് അങ്ങനെ നടത്താൻ പറ്റിയില്ല. പയ്യൻ മാത്രം ഒരു കുടയും കൊണ്ട് പയ്യനെ മാത്രം സ്പീഡിൽ ഇറക്കി. പയ്യൻ മാത്രമായിട്ട് മാല മാറ്റി. അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും മാല മാറ്റിയത്. മാരേജിൻ്റെ ബാക്കി വിശേഷമായിട്ട് അടുത്ത വീഡിയോ വരാം.